എവിടെയാണ് പള്ളികൾ ഉള്ളത് ഇപ്പോൾ? പള്ളികളൊക്കെ പൊളിച്ചു കളഞ്ഞു. ഒന്നുകിൽ അവിടെ അമ്പലമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻക്രോച്ച്മെന്റ്, അതുമല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ പേരിൽ ഒരുപാട് പള്ളികൾ പൊളിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് നമാസ് ചെയ്യാനുള്ള പള്ളികൾ ഉള്ളത്? ഹലോ, ഹായ്, SBT ടോക്സിലേക്ക് സ്വാഗതം. യോഗി ആദിത്യനാഥ് യോഗിയാണോ? കാരണം ആ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പുണ്യമുണ്ട്. ആ വസ്ത്രധാരികൾ എന്ന് പറയുന്നത് ലോക സമാധാനത്തിനും പരസ്പരം ആളുകളെ സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രത്തിന്റെ പുണ്യം കളയരുത്. നമുക്കറിയാം, യോഗി ആദിത്യനാഥ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് എന്ത് പറഞ്ഞാലും ശരി, അത് ആന്റി മുസ്ലിം അല്ലെങ്കിൽ ആന്റി ഇസ്ലാം എന്ന ഒരു കാര്യത്തിലേക്ക് വന്ന് ചേരാറുള്ളൂ. യോഗി ആദിത്യനാഥ് മാത്രമല്ല, യോഗി ആദിത്യനാഥും അവരുടെ ഗവൺമെന്റും. നമുക്കറിയാം, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്, അല്ലാതെ ഒരു മതത്തിന്റെ ലീഡർ അല്ല. അവർ UPയിലെ ചീഫ് മിനിസ്റ്റർ ആണ്. അതായത് UPയിലുള്ള ഓരോ വ്യക്തികളെയും തുല്യമായിട്ട് കാണേണ്ട വ്യക്തിയാണ്. എന്നാൽ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഇപ്പൊ ആയിട്ടുള്ള റീസെന്റ് വന്നിട്ടൊരു കാര്യം തന്നെ എന്ന് പറയുന്നത്, യോഗി ആദിത്യനാഥ് പറഞ്ഞ ഒരു കാര്യം, ഹോളി വരുന്നത് കൊണ്ട്, ഹോളി ഒരു വെള്ളിയാഴ്ചയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഹോളി ഉള്ളത് കൊണ്ട് നിങ്ങൾ നമസ്കാരം, അതായത് മുസ്ലിങ്ങളുടെ നമാസ് ഹോളി ആയതുകൊണ്ട് അന്ന് നമാസ് ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ സമയം മാറ്റി വെക്കാൻ, അല്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ദേഹത്ത് കളർ പൂശുമെന്നുള്ള ഒരു കാര്യമായിരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇന്ത്യയാണ്. ഇന്ത്യക്കായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. അത് പ്രകാരം എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ഒരു റിലീജിയനിലുള്ള ആളുകളെ മാത്രം മാറ്റിവെക്കാൻ ഒരിക്കലും പറ്റില്ല ഒരു ഗവൺമെന്റിനും. അത് ഭരണഘടനാ ലംഘനമാണ്. കാരണം റോട്ടിലോട്ട് നടക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം എല്ലാ വ്യക്തികൾക്കും, ഓരോ ഇന്ത്യൻ സിറ്റിസണിനും ഉള്ളൊരു കാര്യമാണ്. അത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരിനും പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ റോഡിലോട്ട് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം വീഴുകയോ അല്ലെങ്കിൽ ഇടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ദേഹത്ത് കയറി പിടിക്കുന്നതോ ഒക്കെ നമ്മളുടെ ഭരണഘടനാ പ്രകാരം അത് ഭരണഘടനാ ലംഘനം തന്നെയാണ്. അത് വീഴുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സർക്കാർ ആണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? കാരണം ഹോളി എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്. അത് ആ ഒരു ഫെസ്റ്റിവൽ ആർക്കൊക്കെയാണോ താല്പര്യമുള്ളത് അവരത് ചെയ്യുക, അല്ലാതെ താല്പര്യമില്ലാത്ത ആളുകളിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ 2025 ഹോളിയിൽ ഒരുപാട് വീഡിയോ വിഷ്വൽസ് ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവർ ടാർഗറ്റ് ചെയ്യുന്നത് വിമൻസിനെയാണ്. വിമൻസിനെ പരമാവധി എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യുക, എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ കണ്ടതാണ്. എങ്ങനെയൊക്കെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഈ ഹോളിയുടെ പേരിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് വിമൻസിന് നടന്നിട്ടുണ്ട്. വിമൻസ് ഇപ്പോൾ അത് കംപ്ലൈൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും വെച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ വുമൻസിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്നുമുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് വെക്കുന്നു. ഇപ്പോൾ റീസെന്റ് പറഞ്ഞിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഉത്തർപ്രദേശിലെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈദ് നമാസ് ഉണ്ട്. ഈദ് നമാസ് റോട്ടിൽ വെച്ച് നടക്കാൻ പാടില്ല അല്ലെങ്കിൽ നടത്താൻ പാടില്ല എന്നാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെയാണ് പള്ളികൾ ഉള്ളത് ഇപ്പോൾ? പള്ളികളൊക്കെ പൊളിച്ചു കളഞ്ഞു. ഒന്നുകിൽ അവിടെ അമ്പലമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എൻക്രോച്ച്മെന്റ്, അതുമല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ പേരിൽ ഒരുപാട് പള്ളികൾ പൊളിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് നമാസ് ചെയ്യാനുള്ള പള്ളികൾ ഉള്ളത്? ഈ റോഡിൽ നിന്നും നമസ്കരിക്കുക എന്ന് പറയുന്നത് എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പബ്ലിക്സിന് എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന ഇതേ റോഡുകൾ തന്നെയാണ് കൻവാർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ആഴ്ചയോളം ബ്ലോക്കായി കിടന്നിട്ടുണ്ടായിരുന്നത്. ബന്ധാരയ്ക്ക് വേണ്ടിയിട്ട് 8 മണിക്കൂർ ബ്ലോക്കായി കിടന്നിട്ടുള്ളത്. ഹോളിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവനും ബ്ലോക്കായി കിടന്നിട്ടുള്ളത്. അപ്പോൾ നമസ്കരിക്കുമോ എന്ന് പറയുമ്പോൾ ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂറോ വരുന്ന ഒരു സമയം, ഈ ഒരു സമയം ബ്ലോക്ക് ആവുമ്പോൾ മാത്രം എന്താണ് ഒരു പ്രശ്നം വരുന്നത്? കാരണം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ റോഡ് ബ്ലോക്ക് ആയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഈ നമസ്കരിക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം എന്താണ്? ഒന്നെങ്കിൽ എല്ലാവരെയും തുല്യമായി കണ്ടിട്ട് എല്ലാ കാര്യത്തിനും റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ഒരു പ്രത്യേകം കാര്യങ്ങൾക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാമെന്നും പ്രത്യേകം കാര്യത്തിന് റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം, അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. എല്ലാത്തിനും റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പ്രശ്നം വരുന്നില്ല. പക്ഷെങ്കിൽ
മനഃപൂർവ്വം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതുപോലത്തെ ഉത്തരവ് ഇറക്കിയിട്ട്. അതുപോലെ തന്നെയാണ് നമാസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡ്രോൺ വെച്ചിട്ടൊക്കെയാണ് സർവൈലൻസ് നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂരിറ്റി. ഓക്കെ, നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ശരി, നമാസ് ചെയ്യുമ്പോൾ മാത്രം എന്താണ് ഈ ഒരു സെക്യൂരിറ്റി സർവൈലൻസും കാര്യങ്ങളൊക്കെ വരുന്നത്? അതിന്റെ വിഷ്വൽസ് ആണ് ഇത് കാണുന്നത്. ഈ ഹോളി നടന്നപ്പോൾ ഈ ഒരു സർവൈലൻസ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ഹോളി നടന്നപ്പോൾ സ്വന്തം സുഹൃത്തിനെ ഹോളിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോളിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് വെടിവെച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഹോളിയുടെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു സർവൈലൻസും ഇല്ല. നമാസ് ചെയ്യുമ്പോൾ മാത്രം ഒരു സർവൈലൻസ്. അതെന്തുകൊണ്ടാണ്? വേറൊരു കാര്യമാണ് മഹാരാഷ്ട്ര മുംബൈയിൽ നടന്നിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ഒരു लीडर പറഞ്ഞ ഒരു കാര്യമാണ്, കേട്ടു നോക്കാം. कल से नवरात्रि का पवित्र त्योहार शुरू हो रहा है। देवी का आगमन होगा और बड़े पैमाने पर जो हिंदू भक्त हैं वो उपवास रखते हैं और देवी की पूजा आराधना करते हैं। मुंबई के मंदिरों में, मुंबई के अलग अलग इलाकों में देवी की स्थापना, उनके लिए यज्ञ और आराधना का काम शुरू होगा। ऐसे में मुंबई में रस्ते पर चौराहों पे जिस तरीके से शौर्मा के स्टॉल्स खुले रहते हैं और नॉनवेज बिकते हैं, അദ്ദേഹം പറഞ്ഞു വന്നിട്ടുള്ളത് വേറൊന്നുമല്ല, നവരാത്രി വരികയാണ്, അതുകൊണ്ട് തന്നെ മുംബൈ സ്ട്രീറ്റിലുള്ള ഷവർമ ഷോപ്പൊക്കെ അടക്കണം എന്നൊരു കാര്യം, അല്ലെങ്കിൽ അത് ഹിന്ദുക്കളുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യും എന്നൊരു കാര്യം. നല്ലൊരു കാര്യം തന്നെയാണ് നവരാത്രി എന്നൊക്കെ പറയുന്നത്. ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ശരി, അങ്ങനെ ഒരു ഫെസ്റ്റിവൽ വരുന്നതിന് കാരണമായി ഇങ്ങനെയുള്ള ഷവർമ ഷോപ്സും അല്ലെങ്കിൽ മറ്റു ഷോപ്സും ഒക്കെ അടക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ ഒരു കാര്യമല്ല. ഇപ്പോൾ ഈ ഷോപ്പിന്റെ ഉടമകൾ അവർ സ്വമേധയാ അടക്കുന്നതാണെങ്കിൽ ഓക്കെ, ഈ വ്യക്തിപരമായിട്ടുള്ളത് അടച്ചിട്ടില്ലെങ്കിൽ പോലീസിന് കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് അടപ്പിക്കുമെന്നാണ്. പോലീസ് എങ്ങനെയാണ് ഈ ഒരു കാര്യം അടക്കുക? കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടുള്ള ബിസിനസ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് ഒന്നും അല്ല ചെയ്യുന്നത്. ഇല്ലീഗൽ ബിസിനസ് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. ഈ ഷവർമ സ്റ്റാൾ നടത്തുക എന്ന് പറയുന്നത് ഇല്ലീഗൽ ഒന്നുമല്ല. അപ്പൊ അത് അവിടെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് അവർ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാറ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പറയുക ക്ലോസ് ചെയ്യാൻ വേണ്ടി? കാരണം ഇതൊരു ഭരണഘടന ഒക്കെയുള്ള ഒരു ഫ്രീഡമുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ള ഒരു രാജ്യമാണ്. അതെന്താണ് ഇവർ ചിന്തിക്കാത്തത്? ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശിവസേന ലീഡറാണ്. ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടന ഫോളോ ചെയ്യുക. ഇനി ആ ഭരണഘടന ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ, ഈ നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അല്ലാതെ ഒരു രാജ്യത്തെ ഭരണഘടന ഉണ്ടായിട്ട് ആ ഭരണഘടനയെ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് പറയുക? ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് ഈ ഒരു കാര്യം ഇഷ്ടമല്ല, അതുകൊണ്ട് മറ്റു മതസ്ഥരും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ മുസ്ലിംസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിംസിന് ഈ ഒരു നായ, പന്നിയൊക്കെ കൂട്ടാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. എന്ന് വിചാരിച്ച് അവരത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളൊക്കെ. കാരണം ഒരു മതസ്ഥർക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റവരത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ ശരിയല്ല. എനിക്കിപ്പോൾ അത് ചെയ്യാൻ പാടില്ലെങ്കിൽ, എനിക്കൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ഞാൻ അത് വെച്ചിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ അത് മറ്റവരും ഇനി അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ മതവും വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യമാണ്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പുറത്ത് അല്ലെങ്കിൽ പബ്ലിക്ലി പറയേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ലീഡേഴ്സ് ഒക്കെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുള്ള പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം. ഇന്ത്യയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താൽ തന്നെ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. അപ്പം അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അല്ലാതെ മതപരമായിട്ടുള്ള ഡിസ്കഷൻസ് പബ്ലിക്ലി കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.
And thanks for watching me and stay tuned for another video. Okay. Thank you.